WCCയുമായുള്ള വിവാദങ്ങളടക്കം മഞ്ജു വാര്യരെ പിന്തുടരുമ്പോഴും ആർക്കും തകർക്കാനാവാത്ത ഒരു സിംഹാസനം മഞ്ജു വാര്യർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഏതൊക്കെ വിവാദങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം മറികടന്ന് എത്തിയ വ്യക്തി തന്നെയാണ് മഞ്ജു. അങ്ങനെയാണ് അവർ അവരുടെ സ്റ്റാർഡം ഉണ്ടാക്കിയെടുത്തത്. ഇപ്പോഴും തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ ഒന്നും പ്രതികരിക്കാതെ തന്റെ കരിയർ മോടി പിടിപ്പിക്കുകയാണ് സത്യത്തിൽ മഞ്ജു വാര്യർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഇപ്പോൾ സ്റ്റൈൽ മനൻ രജനീകാന്തിനൊപ്പം ചുവടുവയ്ക്കുന്ന ഗാനവും യൂട്യൂബിൽ റെക്കോർഡുകൾ കടപുഴക്കുകയാണ്. സത്യത്തിൽ ഇപ്പോഴാണ് അടിച്ചു കേറി വാ മക്കളെ എന്ന ട്രെൻഡിങ് വാക്ക് വൈറലാകുന്നത് തന്നെ. കാരണം തമിഴകത്ത് ഇപ്പോൾ അടിച്ചു കയറുകയാണ് സത്യത്തിൽ മഞ്ജു. TG ജ്ഞാനവേൽ സംവിധാനം ചെയ്ത വേട്ടയ്യൻ എന്ന സിനിമയിലാണ് രജനീകാന്തിന്റെയും മഞ്ജുവിന്റെയും തകർപ്പൻ പ്രകടനം. മനസ്സിലായോ എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ ലിറിക് വീഡിയോ യൂട്യൂബിൽ എത്തിയിട്ടുണ്ട്. റിലീസ് ചെയ്ത് ആദ്യ 2 മണിക്കൂറിൽ 10 ലക്ഷത്തിലധികം കാഴ്ചക്കാരെയാണ് ഗാനം സ്വന്തമാക്കിയതെന്ന് ഓർക്കണം. ട്രെൻഡിങ്ങിൽ തുടരുന്ന ഗാനത്തിന്റെ പ്രധാന ആകർഷണം രജനീകാന്തിന്റെയും മഞ്ജുവിന്റെയും ചുവടുകൾ തന്നെ. കറുപ്പണിഞ്ഞ രജനിയും ചുവന്ന സാരിയിൽ മഞ്ജുവും ഗാനരംഗത്ത് പ്രത്യക്ഷപ്പെടുകയാണ്. ചുവന്ന സാരിക്കൊപ്പം കൂളിംഗ് ഗ്ലാസ് ധരിച്ച് കൂൾ ലുക്കിലാണ് മഞ്ജു വാര്യർ എത്തിയിരിക്കുന്നത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ലൗഡ് പെർഫോമൻസുമായിട്ടാണ് മഞ്ജു എത്തുന്നത് എന്നർത്ഥം. അനിരുദ്ധ് രവിചന്ദറിന്റെ മാന്ത്രിക സംഗീതത്തിലൊരുങ്ങിയ ഗാനം 10,000 ഇപ്പോൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ജയിലറിന് ശേഷം അനിരുദ്ധും രജനീകാന്തും ഒന്നിക്കുന്ന ചിത്രമാണ് വേട്ടയ്യൻ. ജയിലറിലെ ഗാനങ്ങൾ പോലെ ഈ ചിത്രത്തിലെ ഗാനങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ തരംഗമാകുകയാണ്. ജയ് ഭീം എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം സംവിധായകൻ ജ്ഞാനവേൽ ഒരുക്കുന്ന വമ്പൻ താരനിരയുള്ള ഒരു ആക്ഷൻ എന്റർടൈനറാണിത്. ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസറുടെ വേഷത്തിലാണ് രജനീകാന്ത് സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത്. 32 വർഷങ്ങൾക്ക് ശേഷം അമിതാഭ് ബച്ചനും രജനീകാന്തും ഒരുമിച്ച് അഭിനയിക്കുന്ന ചിത്രം കൂടിയാണ് ഇത്. റിപ്പീറ്റ്. ഈ പടത്തിലാണ് മഞ്ജു പ്രധാന വേഷത്തിൽ തന്നെ എത്തുന്നതും. ഇതോടെ തമിഴ് ഇൻഡസ്ട്രിയിലും മലയാളത്തിന്റെ പ്രിയ നടി താരപദവിയിലേക്ക് ഉയർത്തപ്പെടുമെന്നാണ് വിലയിരുത്തൽ. പ്രമുഖ തമിഴ് ഇംഗ്ലീഷ് മാസികകൾ ഇക്കാര്യം എഴുതി കഴിയുകയും ചെയ്തു. യഥാർത്ഥ സ്ത്രീശക്തിയുടെ പ്രതിനിധിയായിട്ടാണ് അവർ മഞ്ജുവിനെ വിലയിരുത്തിയിരിക്കുന്നത്. സത്യത്തിൽ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ താരം തന്നെയാണ് ഇവർ എന്ന് പറയാതെ വയ്യ. 1978 സെപ്റ്റംബർ 10 തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ ഗിരിജ വാര്യരുടെയും മാധവ വാര്യരുടെയും മകളായിട്ടാണ് മഞ്ജുവിന്റെ ജനനം. തൃശ്ശൂരിലെ പുള്ള് എന്ന മനോഹര ഗ്രാമമാണ് ശരിക്കും മഞ്ജുവിന്റെ നാട്. ഒരു സാധാരണ ചിട്ടിക്കമ്പനി ജീവനക്കാരനായിരുന്ന മാധവൻ, അദ്ദേഹത്തിന്റെ ജോലി ആവശ്യാർത്ഥമാണ് അവർ നാഗർകോവിലേക്ക് മാറിയത്. പുള്ളിലേക്കുള്ള മടങ്ങിപ്പോക്കുകളാണ് തന്റെ ഊർജമെന്ന ഒരു അഭിമുഖത്തിൽ മഞ്ജു പറയുന്നുമുണ്ട്. മാധവൻ എന്ന സാധു മനുഷ്യൻ കണ്ട സ്വപ്നത്തിന്റെ പേരാണ് മഞ്ജു വാര്യർ എന്ന് അവർ എപ്പോഴും പറയും. ചേട്ടൻ മധു വാര്യരുമൊത്തുള്ള നാഗർകോവിലിലെ ജീവിതം ഇന്നും മിസ് ചെയ്യുന്നുണ്ടെന്ന് മഞ്ജു പലപ്പോഴും പറയാറുണ്ട്. അച്ഛന്റെ വിയർപ്പ് തുള്ളികൾ കോർത്തുണ്ടാക്കിയതായിരുന്നു തന്റെ ചിലങ്ക എന്ന് മഞ്ജു എഴുതിയത് അതുകൊണ്ടാകണം. നൃത്തം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ വീട്ടമ്മയിൽ ഒതുങ്ങിപ്പോയ ജീവിതമായിരുന്നു അമ്മയുടേത്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പണ്ട് ചെറുകഥകളൊക്കെ എഴുതിയിരുന്നു. പക്ഷെ പിന്നീട് ജീവിത പ്രാരാബ്ദം അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. മക്കൾക്ക് ചിരിക്കാൻ വേണ്ടി മാധവൻ ഒരുപാട് കരച്ചിലുകൾ ഉള്ളിലൊതുക്കുകയും ചെയ്തു. തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് മിച്ചം പിടിച്ചാണ് അയാൾ ആ കുടുംബത്തിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചത്. മധുവിന്റെ പഠനം സൈനിക് സ്കൂളിലേക്ക് മാറിയപ്പോൾ അച്ഛനും അമ്മയും മഞ്ജുവും ആഴ്ചയിലൊരിക്കൽ നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരും. വലിയ സന്തോഷത്തോടെയായിരുന്നു യാത്രയെങ്കിലും തിരിച്ചു പോകുമ്പോൾ ചേട്ടനില്ലാത്തതിന്റെ സങ്കടം മഞ്ജുവിന്റെ കണ്ണു നിറയിക്കും. അച്ഛനപ്പോൾ പാട്ട് പാടിക്കൊടുക്കും. കടലിനക്കരെ പോണോരെ, കാണാ പൊന്നിനെ പോണോരെ. ചിലപ്പോൾ തമിഴിലായിരിക്കും പാട്ട്. അച്ഛന് സുഖമില്ലാതായ നാളുകളിൽ ആകെ ഉലഞ്ഞെങ്കിലും ആ മക്കൾ അടുത്തു തന്നെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ക്യാൻസർ വന്നപ്പോഴുള്ള അനുഭവം മഞ്ജു പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ മുടി കൊഴിഞ്ഞു തുടങ്ങിയ ദിവസം അന്നായിരുന്നു അച്ഛനും ഞാനുമൊക്കെ വല്ലാതെ സങ്കടപ്പെട്ടത്. പക്ഷേ ഞങ്ങളത് പുറത്തു കാണിച്ചില്ല. അമ്മ തളരാൻ പാടില്ലെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. അന്ന് രാത്രി ഞങ്ങൾ കൈകൾ ചേർത്ത് പിടിച്ചു ഒരു പ്രതിജ്ഞയെടുത്തു.
ക്യാൻസറിനെ നമ്മൾ ചെറുത്ത് തോൽപ്പിക്കും. അങ്ങനെ 20 വർഷത്തോളം അമ്മ ഊർജ്ജസ്വലയായി ജീവിച്ചുവെന്ന് മഞ്ജു പറയുന്നു. പിന്നീട് അച്ഛനും ക്യാൻസർ വന്നു. അപ്പോഴും മഞ്ജുവിന്റെ കുടുംബം പതറിയില്ല. നാളെ എനിക്ക് ക്യാൻസർ വന്നാലും തളരില്ല, കാരണം അനുഭവങ്ങൾ അത്രയേറെ ആത്മവിശ്വാസം എനിക്ക് തന്നിട്ടുണ്ടെന്ന് മഞ്ജു വാര്യർ പറയാറുണ്ട്. ആദ്യം സ്വന്തം രോഗത്തെ തോൽപ്പിക്കാനും പിന്നെ ഭർത്താവിന്റെ വേർപാട് മറക്കാനും ചിലപ്പോഴൊക്കെ മക്കൾ അടുത്തില്ലാത്ത ഏകാന്തത മറക്കാനും ഗിരിജ വാര്യർ യോഗ പഠിക്കാൻ തുടങ്ങി. എന്നോ ഉപേക്ഷിച്ചു പോയ നൃത്തത്തെ തിരികെ പിടിച്ചു, ചിലങ്ക കെട്ടി, കഥകളിയാടി, ഓർമ്മകൾ എഴുതാനും തുടങ്ങി. അങ്ങനെ അമ്മ സന്തോഷിക്കുന്നത് താൻ കണ്ടുവെന്ന് മഞ്ജു എഴുതുകയും ചെയ്തിരുന്നു. പിന്നീട് മഞ്ജുവിന്റെ ചേട്ടൻ മധു വാര്യർ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയായ ലളിതം സുന്ദരത്തിൽ വേഷമിട്ടപ്പോൾ താൻ തന്റെ കുടുംബത്തെയാണ് ഓർത്തതെന്ന് താരം പറയുകയും ചെയ്തിരുന്നു. ഇനി ഒരു ലേഡി സൂപ്പർ സ്റ്റാറിന്റെ ജനനത്തെ കുറിച്ചാണ്. കണ്ണൂർ ചിന്മയ വിദ്യാലയത്തിലും ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിലുമായാണ് മഞ്ജു സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. സ്കൂൾ യുവജനോത്സവത്തിലെ കലാതിലകപ്പട്ടമാണ് മഞ്ജുവിനെ സിനിമയിലേക്ക് എത്തിക്കുന്നതും. 2 വർഷം തുടർച്ചയായി സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ അവർ കലാതിലകപ്പട്ടം അണിഞ്ഞു. അന്ന് കലാതിലകം എന്നാൽ മാധ്യമങ്ങളിലൊക്കെ ഫോട്ടോ വരികയും വല്ലാതെ പ്രശസ്തി കിട്ടുകയും ചെയ്യുന്ന സമയമാണെന്ന് ഓർക്കണം. മോഹാരവം എന്ന ടെലിവിഷൻ സീരിയലിലൂടെയാണ് താരം ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നതും. 1995 തന്റെ 17ാം വയസ്സിലാണ് മഞ്ജു ആദ്യ സിനിമയിൽ അഭിനയിക്കുന്നത്. സാക്ഷ്യം എന്ന ചിത്രമായിരുന്നു അത്. തൊട്ടടുത്ത വർഷം സൂപ്പർ ഹിറ്റായ ലോഹിതദാസ് രചിച്ച സല്ലാപം എന്ന സിനിമയിലൂടെ നായികയുമായി. ദിലീപായിരുന്നു ചിത്രത്തിലെ നായകൻ. പിന്നീട് മഞ്ജുവിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നർത്ഥം. ശോഭന, രേവതി, ഉർവശി, പാർവതി തുടങ്ങിയവർ അടക്കി വാണ മലയാള സിനിമയിലെ നായിക പദവിയിലേക്ക് മഞ്ജു നടന്നുകയറി. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കരിയറിൽ മികച്ച ഒരുപിടി വേഷങ്ങൾ ചെയ്ത് നിരൂപക പ്രശംസയും പ്രേക്ഷക പ്രീതിയും നേടാൻ മഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട്. ദേശീയ സംസ്ഥാന അവാർഡുകളും ഫിലിം ഫെയർ അവാർഡുകളും അവർ വാരിക്കൂട്ടി. കലാമൂല്യവും വാണിജ്യപരവുമായ ചിത്രങ്ങളിൽ താരം അഭിനയിച്ചു. അഭിനയ മികവ് തന്നെയായിരുന്നു മഞ്ജുവിന്റെ കൈമുതൽ. ഏതു വേഷവും തനിക്കിണങ്ങുമെന്ന് തെളിയിക്കാൻ മഞ്ജുവിന് അധിക കാലമൊന്നും വേണ്ടി വന്നില്ല. വിവാഹത്തിന് മുൻപ് വെറും 3 വർഷം മാത്രമാണ് മഞ്ജു സിനിമയിൽ ഉണ്ടായിരുന്നത്. അതിനിടെ 20ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചു. കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ ചലച്ചിത്ര അവാർഡിൽ പ്രത്യേക പരാമർശവും സ്വന്തമാക്കി. ഈ പുഴയും കടന്ന് എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചു. മോഹൻലാലിന്റെ 6-ാം തമ്പുരാനിലെ ഉണ്ണിമായയൊക്കെ എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ നിലനിൽക്കുകയാണ്. അതിൽ മോഹൻലാലുമൊത്തുള്ള സീനുകളൊക്കെ ഇന്നും ട്രോളുകളായും മീമുകളായും സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട്. അതുപോലെ സമ്മർ ഇൻ ബെത്ലഹേം എന്ന സുരേഷ് ഗോപി ജയറാം ചിത്രത്തിലെ മഞ്ജുവിന്റെ പ്രകടനമൊന്ന് കാണേണ്ടതു തന്നെ. നടന്മാരെ പിറകോട്ട് അടുപ്പിച്ചുകൊണ്ട് ഒരു നടി കയറി വരുന്നത് സത്യത്തിൽ അക്കാലത്താണ്. ഏറെ കാലത്തിനു ശേഷം മലയാളത്തിന് ഒരു ലേഡി സൂപ്പർ സ്റ്റാറിനെ ലഭിച്ചുവെന്ന് സിനിമാ മാഗസിനുകൾ എഴുതിയ ആ കാലം. അതോടെ മഞ്ജുവിന് വേണ്ടി എഴുത്തുകാർ കഥകൾ ഉണ്ടാക്കാൻ തുടങ്ങി. നായക കേന്ദ്രീകൃതമായ മലയാള സിനിമ ഒട്ടാകെ നായികാ കേന്ദ്രീകൃതമാകാൻ തുടങ്ങി. സാക്ഷാൽ MT വാസുദേവൻ നായർ തന്നെ ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. അദ്ദേഹത്തിന്റെ തിരക്കഥയിൽ വേണു സംവിധാനം ചെയ്ത ദയ എന്ന ചിത്രത്തിലെ നായിക വേഷം മഞ്ജുവിനെ മുന്നിൽ കണ്ടാണ് എഴുതിയത് എന്ന്. മഞ്ജു ഇല്ലായിരുന്നുവെങ്കിൽ ഈ അറേബ്യൻ പശ്ചാത്തലത്തിലുള്ള കഥ താൻ സിനിമയാക്കില്ലെന്ന് MT പറയുകയും ചെയ്തിരുന്നു. അതുപോലെ കന്മദം എന്ന സിനിമയിൽ ഒരു കൊല്ലപ്പണിക്കാരിയായുള്ള മഞ്ജുവിന്റെ പ്രകടനം കണ്ട് താൻ തന്നെ അമ്പരന്നു പോയി എന്ന് ചിത്രത്തിന്റെ സംവിധായകൻ കൂടിയായ ലോഹിതദാസും പറഞ്ഞിട്ടുണ്ട്. ഇരുമ്പ് പഴുപ്പിച്ചടിക്കുന്ന സീനിലൊക്കെ മഞ്ജു ഒരു പരകായ പ്രവേശം തന്നെ നടത്തുകയായിരുന്നു എന്നാണ് ലോഹിതദാസ് പറഞ്ഞത്. ഇനി നമ്മൾ പോകുന്നത് മഞ്ജുവിന്റെ പിൻവാങ്ങലിലേക്കാണ്. കത്തി നിൽക്കുന്ന സൂര്യൻ അസ്തമിച്ചതുപോലെയായി പോയി വിവാഹത്തോടെയുള്ള മഞ്ജുവിന്റെ വിരമിക്കൽ. 98-ൽ നടൻ ദിലീപുമായുള്ള പ്രണയ വിവാഹത്തെ തുടർന്ന് അവർ പൂർണ്ണമായും സിനിമയിൽ നിന്ന് മാറി നിന്നു. അവസാനം അഭിനയിച്ച 6-ാം തമ്പുരാന്റെ സെറ്റിൽ വെച്ച് തന്നെ അവർ ഒളിച്ചോടി സിനിമ മുടങ്ങുമോ എന്നുവരെ നിർമ്മാതാക്കൾക്ക് ഭയമുണ്ടായിരുന്നു. അന്ന് മലയാള സിനിമയിൽ ഒന്നുമല്ലായിരുന്നു ദിലീപ്, ഒരു സാധാരണ നടൻ മാത്രം.
വിവാഹത്തിനു ശേഷം ദിലീപിന്റെ ചില വാക്കുകളും വ്യാപകമായി വിമർശിക്കപ്പെട്ടു. മഞ്ജു അഭിനയം നിർത്തുകയാണെന്നും എന്റെ ഭാര്യയെ മറ്റൊരാൾ കെട്ടിപ്പിടിക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്ന രീതിയിലായിരുന്നു ആ പരാമർശമുണ്ടായത്. ഇതിനെതിരെ നടി സുഹാസിനി അടക്കമുള്ളവർ രംഗത്തെത്തുകയുമൊക്കെ ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് മഞ്ജു വാര്യർ എന്ന നടിയെ മാത്രമല്ല, വ്യക്തിയെയും പിന്നെ പൊതുവേദികളിൽ എവിടെയും കണ്ടില്ല. ഒരു അഭിമുഖം പോലും ആർക്കും കിട്ടിയില്ല. ആലുവയിലെ സെൻട്രൽ ജയിലിലാണ് അവർ എന്ന് പോലും പലരും പരിഹാസമുയർത്തി. 14 വർഷങ്ങൾക്കു ശേഷം 2012 ഒക്ടോബർ 24 മഞ്ജു വാര്യർ വീണ്ടും അരങ്ങിലെത്തിയത്. ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലാണ് അവർ നൃത്തം ചെയ്തത്. അന്ന് ദിലീപ് ചടങ്ങിന് എത്തിയതുമില്ല. ഇക്കാര്യം ചോദിച്ച മാധ്യമപ്രവർത്തകരോട് അത് അദ്ദേഹത്തിന്റെ തിരക്ക് കൊണ്ടാണെന്ന് മാത്രമാണ് അവർ മറുപടി പറഞ്ഞതും. പക്ഷേ ദിലീപിന് എല്ലാ ഐശ്വര്യവും വന്നത് മഞ്ജുവുമായുള്ള വിവാഹത്തിന് ശേഷമാണ്. അയാൾ ചെറിയ വേഷങ്ങളിലൂടെ പടിപടിയായി ഉയർന്നു. അവസാനം മലയാള സിനിമയെ സമ്പൂർണമായി നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു പവർ ഗ്രൂപ്പിലെ അംഗമായി മാറി. 2012 ശേഷം നിരന്തരമായ ഗോസിപ്പുകളാണ് മഞ്ജുവിനെയും ദിലീപിനെയും കുറിച്ചു കേട്ടത്. അവർ വിവാഹമോചിതരായി എന്ന് ഇടയ്ക്കിടെ വാർത്തകൾ വരും. ഒരിക്കൽ അവർ ഡിവോഴ്സ് പെറ്റീഷൻ നൽകി കോടതിയിൽ വരുന്നു എന്ന വ്യാജ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ആലുവ കോടതിയിൽ ജനം തടിച്ചുകൂടുക വരെ ഉണ്ടായി. പിന്നീട് ഉണ്ടാവുന്നത് നടിയെ ആക്രമിച്ച കേസാണ്. അതാണ് നിർണായകമായത്. പക്ഷേ അവസാനം അതുതന്നെ സംഭവിക്കുകയും ചെയ്തു. ദിലീപും മഞ്ജുവും വേർപിരിഞ്ഞു. മുൻ ഭർത്താവിനെ കുറിച്ച് പരസ്യമായി യാതൊരു കുറ്റവും പറയാതെ അവർ കണ്ണീരോടെ മടങ്ങി. 2014 വിവാഹമോചനത്തിനു ശേഷം കല്യാൺ ജ്വല്ലറിയുടെ പരസ്യത്തിൽ ഇതിഹാസ നടൻ അമിതാഭ് ബച്ചന്റെ കൂടെ അഭിനയിച്ചുകൊണ്ടാണ് ക്യാമറയ്ക്ക് മുന്നിലേക്ക് തിരിച്ചെത്തിയത്. അതേ വർഷം ഹൗ ഓൾഡ് ആർ യു എന്ന റോഷൻ ആൻഡ്രൂസിന്റെ ചിത്രത്തിലൂടെ അവർ വെള്ളിത്തിരയിൽ തിരിച്ചെത്തുകയും ചെയ്തു. ചിത്രം വലിയ വിജയമായി. ആ സമയത്തൊക്കെ മഞ്ജു വാര്യരുടെ തിരിച്ചുവരവിനായി മാധ്യമങ്ങൾ മുറവിളി കൂട്ടുകയായിരുന്നു. ഒരു നടിക്കു വേണ്ടി മലയാള സിനിമ ഇൻഡസ്ട്രി കാത്തിരിക്കുന്നതും ഇത് ആദ്യമായിട്ട് തന്നെയായിരുന്നു. എന്നാൽ ഒന്നാം വരവിലെ അത്ര ഹിറ്റുകൾ ഉണ്ടാക്കാനായില്ലെങ്കിലും രണ്ടാം വരവിലും അവർ ആ താരപദവി നിലനിർത്തി. ഒടിയനിലെ ഇത്തിരി കഞ്ഞിയെടുക്കട്ടെ എന്ന ഡയലോഗ് ട്രോൾ ആയെങ്കിലും ലൂസിഫർ അടക്കമുള്ള നിരവധി വിജയ ചിത്രങ്ങൾ അവർക്കുണ്ടായി. ഇപ്പോൾ തുടർച്ചയായ പരാജയങ്ങളുമായി ദിലീപ് വെടിതീർന്നു നിൽക്കുമ്പോഴും തമിഴിലടക്കം വെന്നിക്കൊടി നാട്ടി മഞ്ജു കസറുകയാണ്. ജാക്ക് ആൻഡ് ജിൽ എന്ന സിനിമയ്ക്കായി ആലപിച്ച കിം 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 എന്ന പാട്ട് വളരെയേറെ ജനപ്രീതി നേടുകയും ചെയ്തു. ഇന്ന് പൊതുവേദികളിലും ചാനൽ പരിപാടികളിലും സജീവ സാന്നിധ്യമാണ് മഞ്ജു വാര്യർ. പരസ്യവിപണിയിൽ മോഹൻലാലിനെ പോലെ ഏറ്റവും വിലപിടിച്ച താരവുമായി. സിനിമയിലും സ്ത്രീ ശാക്തീകരണ വിഷയങ്ങൾ അവർ കൈകാര്യം ചെയ്തത് പ്രശംസിക്കപ്പെടുകയും ചെയ്തു. കേരളത്തെ ഞെട്ടിച്ച നടിയെ ആക്രമിച്ച കേസിലും മഞ്ജുവിന്റെ ഇടപെടലാണ് നിർണായകമായതും. സംഭവത്തിൽ ദുരൂഹതയും ഗൂഢാലോചനയും തുടക്കം മുതൽ സംശയിച്ചത് അവർ മാത്രമാണ്. ചലച്ചിത്ര താരങ്ങൾ എല്ലാവരും ചേർന്ന് നടത്തിയ പൊതുയോഗത്തിൽ ദിലീപിനെ ആരും സംശയിച്ചിരുന്നില്ല. ഞാൻ നടുങ്ങിപ്പോയി, ഞെട്ടിപ്പോയി എന്നെല്ലാം നാടകം കളിച്ച് അയാൾ രക്ഷപ്പെട്ട് വരികയായിരുന്നു. പക്ഷേ മഞ്ജു ആരുടെ പേര് പറഞ്ഞില്ലെങ്കിലും സംഭവത്തിലെ ദുരൂഹതകൾ ചർച്ചയാക്കി. പിന്നീടാണ് പോലീസ് അന്വേഷണത്തിൽ ദിലീപ് അറസ്റ്റിലാവുന്നത്. തുടർന്ന് പോലീസിലും കോടതിയിലും മൊഴി മാറ്റാനുണ്ടായ വൻ സമ്മർദ്ദത്തെയും ആത്മാഭിമാനമുള്ള ഈ നടി ചെറുത്തു തോൽപ്പിച്ചു. സിദ്ദിഖും ഭാമയും ബിന്ദു പണിക്കരും ഇടവേള ബാബുവും അടക്കമുള്ള പല പ്രമുഖരും മൊഴി മാറ്റിയിട്ടും മഞ്ജു തന്റെ വാക്കുകളിൽ ഉറച്ചു നിന്നു. തന്റെ കൂട്ടുകാരിയെ ഒറ്റുകൊടുക്കാൻ അവർ തയ്യാറായില്ല. ഈ ഒരു രോഷത്തിന്റെ തുടർച്ചയായിരുന്നു സിനിമയിലെ സ്ത്രീ ശബ്ദം ഉയർന്നത്. വനിതകൾ നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരമെന്നോണം മഞ്ജുവിന്റെ നേതൃത്വത്തിൽ പുതിയ ചുവടുവയ്പ്പുകൾ ഉണ്ടായി. അത് ഇന്ന് ഹേമ കമ്മിറ്റിയിലും WCCയിലും ഒക്കെ എത്തി നിൽക്കുകയാണ്. അതിന്റെ തുടർച്ചയായി ഉണ്ടായ ഹേമ കമ്മിറ്റിയാണ് ഇപ്പോൾ മലയാളികളെ നടുക്കുന്നതും. അതിന്റെ പ്രകമ്പനങ്ങൾ ഇന്ത്യൻ സിനിമയിൽ മൊത്തത്തിൽ ബാധിക്കുന്നുമുണ്ട്. ഹേമ കമ്മിറ്റിക്ക് മുമ്പും പിമ്പും എന്ന രീതിയിൽ മലയാള സിനിമാ ലോകം വിഭജിക്കപ്പെട്ടു. ഒറ്റ സിനിമയ്ക്ക് 1.5 കോടി വരെയാണ് ഇന്ന് മഞ്ജുവിന്റെ പ്രതിഫലം. ഇന്ന് ഈ 46-ാം വയസ്സിലും കേരളത്തിലെ ഏറ്റവും ജനപ്രിയ താരം തന്നെയാണ് മഞ്ജു.
അടുത്ത കാലത്തായി ചില ചിത്രങ്ങൾ പരാജയമാണെങ്കിലും അവരുടെ ജനപ്രീതിക്ക് അല്പം പോലും കുറവ് വന്നിട്ടില്ല. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള നായികയും മഞ്ജുവാണെന്ന് സിനിമ ബിസിനസ് മാഗസിനുകൾ പറയുന്നുമുണ്ട്. ഒരു സിനിമയ്ക്ക് മലയാളത്തിൽ 75 ലക്ഷത്തിനും 1.5 കോടിക്കും ഇടയിലാണ് മഞ്ജു വാര്യർ ഈടാക്കുന്നത്. തമിഴ് സിനിമയിൽ നിന്ന് ഇതിലേറെ പ്രതിഫലമാണ് മഞ്ജുവിന് ലഭിക്കുന്നത്. 142 കോടിക്കും 150 കോടിക്കും ഇടയിലാണ് മഞ്ജുവിന്റെ ആസ്തി എന്നാണ് ബിസിനസ് മാഗസിനുകൾ പറയുന്നത്. പരസ്യ ചിത്രങ്ങളിലെയും മറ്റും സഹകരണങ്ങൾക്ക് 75 ലക്ഷമാണ് താരം ഈടാക്കുന്ന പ്രതിഫലം. ഇതിനു പുറമെ ഉദ്ഘാടനങ്ങളിൽ നിന്ന് താരത്തിന് വരുമാനം ലഭിക്കുന്നുമുണ്ട്. കേരളത്തിൽ പലയിടത്തായി വീടുകളും പ്രോപ്പർട്ടികളും താരത്തിന് സ്വന്തമായി ഉണ്ടെന്ന്. ആഡംബര കാറുകൾക്കൊപ്പം BMW R 1250 GS എന്ന ബൈക്കും മഞ്ജുവിന്റെ ഗാരേജിൽ ഇന്നുണ്ട്. ഇതിന് ഏകദേശം 21 ലക്ഷം രൂപയാണ് വില. ഇതെല്ലാം ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് എന്നോണമാണ് മഞ്ജു ഉണ്ടാക്കിയതെന്ന് നമ്മൾ മറക്കരുത്. നടൻ ദിലീപുമായുള്ള വിവാഹമോചന സമയത്ത് ഒരു നയാ പൈസ പോലും അവർ വാങ്ങിയിരുന്നില്ല എന്നതും ഓർക്കണം. പരസ്പരം യാതൊരു കുറ്റവും പറയാതെ ദിലീപേട്ടന് നല്ലത് വരുത്തട്ടെ എന്ന് പറഞ്ഞു കരഞ്ഞ് ഇറങ്ങിപ്പോകുന്ന മഞ്ജു വാര്യരുടെ വീഡിയോ ഇടയ്ക്കിടെ സമൂഹ മാധ്യമങ്ങളിൽ പൊങ്ങി വരാറുണ്ട്. കോടികൾ വരുമായിരുന്ന ജീവനാംശമൊക്കെ ഒഴിവാക്കിയെന്ന് മാത്രമല്ല, തൻ്റെ മകളെ പോലും ഭർത്താവിന് കൊടുത്ത് നിസ്വയായാണ് അവർ വീണ്ടും ചലച്ചിത്ര ലോകത്തേക്ക് എത്തിയത്. അതാണ് മഞ്ജുവിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നതും. അവർക്ക് സ്വന്തം കഴിവിൽ അപാരമായ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാനും. തുടർന്നുള്ള അഭിനയ ജീവിതത്തിലൂടെയാണ് അവർ ഇന്ന് ഈ കാണുന്നതെല്ലാം സമ്പാദിച്ചതും. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ യഥാർത്ഥ സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രതീകമായി മഞ്ജു വാര്യർ വിലയിരുത്തപ്പെടുന്നതും. നന്ദി.